മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ വോട്ടു ചോരിക്കെതിരെ ഏതെങ്കിലും BJP നേതാക്കന്മാരല്ല ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്ത് എത്തിയിട്ടുള്ളത്. മറിച്ച് കഴിഞ്ഞ വർഷം പോലും നമുക്കറിയാം ജമ്മു കാശ്മീരില് കോൺഗ്രസും ഒമർ അബ്ദുള്ളയും ഒരുമിച്ചാണ് മത്സരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ആ ഒമർ അബ്ദുള്ള രംഗത്തെത്തിയിട്ടാണ് വ്യക്തമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ഒരു പച്ചക്കള്ളമാണ് എന്ന തരത്തിൽ. ഒമർ അബ്ദുള്ള പറഞ്ഞത് ഞാൻ ഇവിടെ കൊടുക്കാം. ഞാൻ അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം. ഒരു ഒമർ അബ്ദുള്ള മാത്രമല്ല രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിയിട്ടുള്ളത്. NCPയുടെ ശരത് പവാറിന്റെ മകള് തന്നെ ഈ രംഗത്തെത്തിയിട്ടുണ്ട്. MP ആയിട്ട് മുന്നോട്ട് പോകുന്ന മകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഞാൻ ഏതായാലും ഒമർ അബ്ദുള്ള പറയുന്നത് ഞാനൊന്ന് ഇവിടെ കൊടുക്കാം. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ഞാൻ അതിനുശേഷം അതിന്റെ പരിഭാഷയും വായിച്ചു കേൾപ്പിക്കാം. इंडिया अलायंस को इससे कोई लेना देना नहीं है. हर पॉलिटिकल पार्टी को खुली छूट है कि वो अपने हिसाब से अपने पॉलिटिकल एजेंडा को सेट करें. अब कांग्रेस ने SIR या वोट चोरी को जो है अपना एक मेन पॉलिटिकल इशू बनाया है. ठीक है, हम कौन होते हैं उनसे कहने वाले कि वो ना करें. हम अपने इश्यूज चूज करेंगे, वो अपने चूज करें. അദ്ദേഹം പറഞ്ഞത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യ അലയൻസിന് ഇതുമായി യാതൊരു ബന്ധവുമില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടേതായ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് SIR അഥവാ വോട്ട് മോഷണം അവരുടെ പ്രധാന രാഷ്ട്രീയ വിഷയമാക്കിയിരിക്കുന്നു. അവരോട് അരുതെന്ന് പറയാൻ നമ്മൾ ആര്? നമ്മുടെ വിഷയങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കും, അവർ അവരുടേത് തിരഞ്ഞെടുക്കും. വളരെ വ്യക്തമാണ്. രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിക്കുന്ന വോട്ട് ചോരി എന്ന് പറയുന്നത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള കൃത്യമായിട്ട് രാജ്യത്തെ ജനതയോട് വിളിച്ചു പറഞ്ഞതാണ് നിങ്ങൾ ഈ കേട്ടിട്ടുള്ളത്. ഈ രാഹുൽ ഗാന്ധിയോടും ഈ രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയൊക്കെ പിന്തുണയ്ക്കുന്ന സകലരോടും പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ കൈവില്ലായ്മ ഇലക്ഷൻ കമ്മീഷന്റെ മുകളിലേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് ഒന്ന് ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കൊപ്പമുള്ള ഈ ഉമർ അബ്ദുള്ള, നിങ്ങൾക്കൊപ്പമുള്ള ആളുകളെ പോലും നിങ്ങൾക്ക് ഒരുമിച്ച് നിർത്താൻ സാധിക്കുന്നില്ല. നിങ്ങൾ ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ 11 സീറ്റില് നിങ്ങൾ മുന്നണി തമ്മിൽ ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ തല്ലിയായിരുന്നു മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ പരാജയപ്പെട്ടത് BJPയുടെ പ്രശ്നമാണോ ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമാണോ? അത് നിങ്ങളുടേത് തന്നെയല്ലേ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയം എടുക്കുക. അവിടെ കോൺഗ്രസും മുസ്ലിം ലീഗും തല്ലി ഒരു 5 സീറ്റിൽ മത്സരിക്കുമ്പോ അത് കേരളം മൊത്തം ഈ അണികൾ തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവൂലേ? അത് തന്നെയാണ് ബീഹാറിലും നടന്നിട്ടുള്ളത്. 11 മണ്ഡലങ്ങളില് കോൺഗ്രസും അതേപോലെ തന്നെ RJD ഇവരൊക്കെ തല്ലി ഒറ്റക്ക് മത്സരിക്ക്. അതേസമയം 11 അപ്പുറമുള്ള സീറ്റില് ഒരുമിച്ച് സഖ്യം എന്നൊക്കെ പറയുമ്പോ ഈ പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ അകൽച്ച ഉണ്ടാവില്ലേ? ഇതൊക്കെയല്ലേ യാഥാർത്ഥ്യം? നിങ്ങളുടെ കഴിവില്ലായ്മ രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരങ്ങൾ കൊണ്ടല്ലേ? യഥാർത്ഥത്തിൽ ഇവരെ ഒന്നും ഒരുമിച്ച് കൂട്ടാൻ ഒരിക്കലും രാഹുൽ ഗാന്ധിക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷന് പോലും 8 നിലയിൽ പൊട്ടിയിട്ടുള്ളത്? അതായത് ഉമർ അബ്ദുള്ളയെ ഈ വോട്ടു ചോരിയുടെ വിഷയത്തെ കുറിച്ചൊന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതല്ലേ? രാഹുൽ ഗാന്ധി പൊട്ടത്തരമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഉമർ അബ്ദുള്ളക്കറിയാം. കാരണം ഉമർ അബ്ദുള്ള ഇന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മത്സരിച്ച് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പാർട്ടിയില് അവിടെ ജനങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തോ, അതിലൊരു തട്ടിപ്പ് നടന്നിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അങ്ങനെ ഓരോ ആളുകളും ബീഹാറിൽ പരാജയപ്പെട്ടതിന് കാരണം അദ്ദേഹത്തിന് അറിയാം. എവിടെയൊക്കെ കോൺഗ്രസ് പരാജയപ്പെടുന്നോ അതെന്താണെന്ന് ഉമർ അബ്ദുള്ളക്ക് കൃത്യമായിട്ട് മനസ്സിലായി. എവിടെയൊക്കെ കോൺഗ്രസ് വിജയിക്കുന്നോ അതിന്റെ കാരണവും മനസ്സിലായി. ഇത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രശ്നമല്ല, രാഹുൽ ഗാന്ധിയുടെ പൊട്ടത്തരമാണെന്ന് കൃത്യമായിട്ട് ഒമർ അബ്ദുള്ള തന്നെ രാജ്യത്തെ ജനതയോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല NCPയുടെ ശരത് പവാറിന്റെ മകൾ സുപ്രിയ സോലെ രംഗത്തെത്തിയിട്ട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഈ തട്ടിപ്പ് എന്ന് പറയുന്ന യന്ത്രത്തിലൂടെയാണ് ഞാൻ 4 തവണ MP ആയിട്ട് എത്തിയിട്ടുള്ളത്. രാഹുൽ ഗാന്ധി പറയുന്നതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് ഉയർത്തുന്ന വോട്ട് ചോരിയെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സുപ്രിയ സുലെ പോലും കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നു.
അതായത് രാഹുൽ ഗാന്ധിയുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട ആളുകളെ പോലും ഈ വോട്ട് ചോരി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം മറ്റൊന്നല്ല, രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് ഒരു പൊട്ടത്തരം, ഒരു പരിധിയുണ്ട് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിപ്പിക്കാറൊക്കെ. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ അടിമകൾ ഒഴിച്ച് മുന്നണിയിലെ ബോധവും വിവരവുമുള്ള ആളുകൾ പോലും ഇതിനെയൊക്കെ തള്ളിക്കളയാ. ഈ രാഹുൽ ഗാന്ധി ഒരു ലീഡർഷിപ്പ് എന്ന രീതിയിൽ അങ്ങേയറ്റം പരാജയ. അതിന്റെ ലേറ്റസ്റ്റ് ഒരു തെളിവ് കൂടി ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. നമുക്കറിയാം, തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരൊക്കെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം വലിയ ബഹളമൊക്കെ വെച്ച് വലിയ രീതിയിൽ മുന്നോട്ട് പോകുമ്പോ എല്ലാ എംപിമാരും ഹാജരാകണമെന്ന് കോൺഗ്രസ് വിപ്പ് നൽകി. അതിന്റെ വാർത്ത അവിടെ കൊടുക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി എവിടെയാ? ജർമ്മനിയിൽ. ഇതാണ് ഈ രാഹുൽ ഗാന്ധി, അതായത് പ്രതിപക്ഷം ഈ തൊഴിലുറപ്പ് പദ്ധതിയൊക്കെ വലിയൊരു പ്രശ്നമാക്കാൻ ഉദ്ദേശിക്കുമ്പോ പ്രതിപക്ഷ നേതാവ് അങ്ങ് ജർമ്മനിയില്. ഈ രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സ് എന്താണെന്ന് പോലും ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാ യാഥാർത്ഥ്യം. അതായത് ഇന്ന് ഭരണപക്ഷത്തുള്ള ആളുകള് 24 മണിക്കൂറും ഒരു ലീവ് പോലും എടുക്കാൻ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 മുതൽ ഈ ദിവസം വരെ ഒരു ലീവ് പോലും എടുത്തിട്ടില്ല. അതേസമയം രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ സമയത്ത് പോലും പല തവണ ലീവ് എടുത്ത് മലേഷ്യയിൽ ഹൈഡ്രജൻ ബോംബിടും എന്ന് പറഞ്ഞ് മുങ്ങും. പിന്നെ മലേഷ്യയില് അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ഇയാൾ ടൂറ് നിരന്തരം പോവാറുണ്ട്. അതായത് ഒരു ഭാഗത്ത് 24 മണിക്കൂറും എണ്ണയിട്ട യന്ത്രം പോലെ രാജ്യത്തെ ജനതക്കൊപ്പം നിൽക്കുന്ന ആളുകൾക്കെതിരെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് ലീവൊക്കെ എടുത്ത് ടൂറ് പോവുക, ഇടയ്ക്കിടയ്ക്ക് ആന മണ്ടത്തരം ഇങ്ങനെ വിളിച്ചു പറയുക. ഇത്തരത്തിലൊക്കെ ആണെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും ഒരു സ്വീകാര്യത ഇന്ത്യൻ ജനതയ്ക്ക് ഇടയിലുണ്ടാവോ? ഓരോ സാധാരണക്കാരും ചിന്തിക്കൂലേ, രാഹുൽ ഗാന്ധി ടൂറൊക്കെ പോയിട്ട് കുട്ടിക്കളിയാണ് ഇപ്പോഴും ഈ പപ്പുത്തരം എന്ന് പറയുന്ന രീതിയിൽ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ രാജ്യത്തെ ജനത തിരിച്ചറിയൂ. അതേസമയം മറുഭാഗത്ത് രാഷ്ട്രീയത്തെ വലിയ സീരിയസ് ആയിട്ട് രാജ്യ പുരോഗതിക്ക് വേണ്ടി 24 മണിക്കൂർ പണിയെടുക്കുന്ന ആളുകളാണ് ഒരു ഭാഗത്തുള്ളത്. അപ്പൊ ആർക്കൊപ്പമാണ് ഇന്ത്യൻ ജനത നിൽക്കുക? ഈ വോട്ട് ചോരി പോലും ആരെ കള്ളത്തരമാണെന്ന് രാജ്യത്തെ ജനത പൂർണ്ണമായിട്ട് തിരിച്ചറിഞ്ഞില്ലേ? കോൺഗ്രസ് കേരളത്തിൽ വിജയിച്ച് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടായി. രാഹുൽ ഗാന്ധിക്ക് ഒരു പ്രശ്നമില്ല. ഈ മുസ്ലിം ലീഗ്, ഇവരുടെ മുന്നണിയിലെ മുസ്ലിം ലീഗ് മലപ്പുറത്ത് ജില്ലാ പഞ്ചായത്തില് എല്ലാ സീറ്റിലും ജയിച്ച്, അവിടെയും വോട്ട് ചോരിയായിട്ട് വരുന്നില്ല. അപ്പൊ ഇതൊക്കെ നേരെ തിരിച്ചേതെങ്കിലും പ്രദേശത്ത് സംഭവിച്ചാൽ വോട്ട് ചോരിയോ എന്നാണ് രാഹുൽ ഗാന്ധി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുകയല്ലേ രാജ്യത്തെ ജനത ഒന്നടങ്കം. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് വിജയിക്കുന്ന ഒരു സ്ഥലത്തും വോട്ട് ചോരിയില്ല, പരാജയപ്പെടുന്ന എല്ലാ സ്ഥലത്തും വോട്ട് ചോരി. അതെത്ര പച്ച കള്ളമാണെന്ന് ബോധവും വിവരവുമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അവരുടെ മുന്നണിയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവരുടെ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ പോലും വോട്ട് ചോരി എന്ന വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ തള്ളിക്കളഞ്ഞു എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിഞ്ഞോളൂ.